പ്രിയപ്പെട്ടവർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു ഉമ്മക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ ഉമ്മ ചെയ്തിരിക്കുന്നത്. ഒരു ഉമ്മയും ഇതുപോലെ ചെയ്യില്ല, അതും സ്വന്തം മക്കളോട്. കുറച്ച് മുന്നേ വന്ന ഒരു വീഡിയോ ആണ്, ജസ്ന എന്ന ഒരു വ്ളോഗർ ചെയ്ത വീഡിയോ ആണ്. സ്വന്തം മകനെ പേടിച്ച് രാത്രികളിൽ ഉറങ്ങാൻ കഴിയാത്ത ഉമ്മ. ആ ഒരു ടൈറ്റിൽ കണ്ടാൽ തന്നെ ശരിക്കും പറഞ്ഞാൽ പേടിയാകും. അതുകൊണ്ട് തന്നെ നിരവധി ആളുകളിൽ ഈ വീഡിയോ എത്തിപ്പെട്ടിട്ടുമുണ്ട്. ശരീരഭാഗങ്ങളിൽ നിന്നും മണം വരാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അത്തറിന്റെ കുപ്പിയാണ്. അതുപോലെ ലൈറ്റർ, ഇത് ചൂയിങ്കം. ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇതിന്റെ വാസന വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ സാധനങ്ങൾ, ഇതിനേക്കാളേറെ നമുക്കൊരിക്കലും സമൂഹത്തിൽ കാണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പല സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കിറ്റാണ്. ഇടുക്കി ഗോൾഡ്, യു ഗെറ്റ് ദ ബെസ്റ്റ് സീറ്റ് ഇൻ ദ ഹൗസ്. ഇതൊന്നും എനിക്കറിയില്ല മോളെ. എന്നിട്ട് ഉമ്മ ശരിക്കും എന്താണ് വീട്ടിൽ എന്താ സംഭവിച്ചത്? സ്വന്തം മകനെ കുറിച്ച് തന്നെ ഒരു ഉമ്മ ഇങ്ങനെ പറയണമെങ്കിൽ അസംഭവ്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ശരിക്കും ഒരു ഉമ്മമാരും മക്കളുടെ എന്ത് തെറ്റും കുറവുകളും പ്രശ്നങ്ങളും കണ്ടാൽ എങ്ങനെയെങ്കിലും ആരും അറിയാതെ അത് വീട്ടിൽ നിന്ന് തന്നെ ഒതുക്കി തീർക്കാനാണ് ശ്രമിക്കുക. അതുമാത്രമല്ല, ഇതുപോലൊരു സംഭവമാകുമ്പോൾ, ഇങ്ങനെ ഒരു സംഭവം തൻ്റെ മകനെക്കുറിച്ച് ലോകം മുഴുവൻ അറിഞ്ഞാൽ നാളെ അവൻ്റെ ഭാവിക്ക് ബാധിക്കുമെന്ന് കരുതി ഒരു മാതാപിതാക്കളും ഇത് പുറത്തു പറയില്ല, പറയാറുമില്ല. അത് വെച്ചൊക്കെ നോക്കുമ്പോൾ ഈ ഉമ്മയെ ശരിക്കും പറഞ്ഞാൽ സമ്മതിക്കണം. നാളെ ഇവൻ നന്നായി വന്നാലും ജനങ്ങൾ അംഗീകരിക്കാതെ വരും. അതൊക്കെ ചില മാതാപിതാക്കൾ മുൻകൂട്ടി കണ്ടിട്ടാവാം പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാത്തത്. ഈ ഉമ്മ ചെയ്തത്, ഈ മകന്റെ കയ്യിൽ നിന്നും ഇതുപോലുള്ള മയക്കുമരുന്ന് സാധനങ്ങൾ പിടിച്ചപ്പോൾ അത് നിയമത്തിന്റെ മുന്നിൽ എത്തിക്കുകയും ലോകത്തിന് തുറന്നു കാണിക്കുകയും ചെയ്തു ഈ ഉമ്മ. എൻ്റെ അവസ്ഥ ഇനി ഒരു മാതാപിതാക്കൾക്കും സംഭവിക്കരുത് എന്നുള്ളൊരു ഉദ്ദേശവും വെച്ചാണ് ഈ ഉമ്മ ലോകത്തിൻ്റെ മുന്നിൽ ഇതെത്തിച്ചത്. നല്ലൊരു കാര്യം തന്നെയാണ് ഉമ്മ ചെയ്തത്. ഒരു മാതാപിതാക്കളും ശ്രമിക്കാത്ത ഒരു കാര്യമാണ് ഈ ഉമ്മ ചെയ്തത്. ഇതുപോലെ എല്ലാ മാതാപിതാക്കളും ചെയ്യുകയാണെങ്കിൽ നാളെ ഇനി വളരുന്ന മക്കൾക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ ഒരു പേടി സ്വപ്നമായിരിക്കും. എന്നുവെച്ചാൽ ഈ ഉമ്മ പറയുന്നുണ്ട്, അവനിനി നന്നായി തിരിച്ചു വന്നാൽ മാത്രമേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറ്റുകയുള്ളൂ. അങ്ങനെ ഈ വീഡിയോ വൈറലായതോടെ ഈ മകൻ എവിടെയാണ് ഉള്ളത് എന്ന് മനസ്സിലായി. ആ വീഡിയോ നമുക്ക് കാണാം. മോന് ബാംഗ്ലൂരായിരുന്നു. അപ്പൊ ജസ്റ്റിനെ വീഡിയോ ചെയ്തതിന് ശേഷം ഞാൻ ഇങ്ങനെ ബാംഗ്ലൂരാണെന്ന് ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ അവന്റെ ഓണർ, ആദ്യത്തെ ഓണറൊക്കെ പോയിട്ട് കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഉമ്മ അവൻ വീട്ടിലേക്ക് തിരിച്ചു വരാന്ന് പറഞ്ഞോ? ഇൻഷാ അല്ലാഹ് തിരിച്ചു വരാം. അവര് നല്ലൊരു മനുഷ്യനായിട്ട് വന്നാലേ ഞാൻ സ്വീകരിക്കുകയും ചെയ്യുള്ളൂ. അവനൊരു നല്ല മനുഷ്യനാവാന്ന് ഓണറോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇതിൽ നിന്നൊക്കെ മാറണം. വന്നാലും അവനൊരു മനുഷ്യനായിട്ട്, ആദ്യത്തെ ഒരു മോനായിട്ട് വന്നാൽ ഞാൻ സ്വീകരിക്കും. അതെ, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അവനെ എങ്ങനെയാ വെച്ചാല് നമുക്ക് ആ വഴിക്ക് അവനിക്ക് എന്താണോ നല്ല, ഞാൻ ഒരുപാട് നല്ലതാകാൻ നോക്കിയതാണ്. അപ്പൊ പിന്നെ ഒരു ഉമ്മാക്ക് തണലാവേണ്ട പ്രായത്തിൽ നമ്മൾ. അപ്പോൾ കണ്ടില്ലേ, വീഡിയോ വൈറലായതോടുകൂടി ഇവൻ എവിടെയാണ് ഉള്ളതെന്ന് മനസ്സിലായി. ബാംഗ്ലൂർ എവിടെയോ ഇതുപോലെ ജോലി ചെയ്യുന്നു. അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ വരാമെന്ന് പറഞ്ഞാലും ഉമ്മ സ്വീകരിക്കണമെങ്കിൽ ഉമ്മക്ക് കൂടി തോന്നണം ഇവന് ഇതൊക്കെ ഉപേക്ഷിച്ച് നല്ല ഒരു മകനായി എന്ന്. അത് ഉമ്മക്ക് ഉറപ്പ് വരുന്നത് വരെ ഈ മകനെ കയറ്റില്ല വീട്ടിൽ. ആ ഉമ്മയുടെ ദൃഢമായ തീരുമാനം ഒന്ന് നോക്കിയേ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഉമ്മക്കും ഇതുപോലെ പറയാൻ കഴിയില്ല എന്ന്. എല്ലാ ഉമ്മമാരും മക്കളെ രക്ഷപ്പെടുത്താനാണ് നോക്കാം. എല്ലാ ഉമ്മമാരും മക്കളുടെ ഇതുപോലുള്ള കുറ്റങ്ങളും കുറവുകളും ഒളിച്ചു വെക്കാനാണ് ശ്രമിക്കുക. പക്ഷെ ഈ ഉമ്മ അങ്ങനെയല്ല ചെയ്തത്. സമൂഹത്തിന് തന്നെ ഒരു മാതൃകയായിട്ടാണ് ഈ ഉമ്മ വന്നിരിക്കുന്നത്. ഇനി ഒരാൾക്കും ഇതുപോലൊരവസ്ഥ വരരുത് എന്നാണ് ഉമ്മയുടെ തീരുമാനം. ഇത് ശരിക്കും ഓരോ മക്കൾക്കും ഒരു പാഠം തന്നെയാണ്. ചില മക്കൾ ഞാൻ നന്നായി എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇത് ആവർത്തിക്കും. അപ്പോൾ ഈ ഉമ്മക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ വീട്ടിൽ കയറ്റുകയുള്ളൂ എന്നാണ് ഈ ഉമ്മ പറയുന്നത്. അത് പറഞ്ഞത് ശരിയാണ്. ഇതിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും ഇതിലേക്ക് പോകാൻ ഒരുപാട് സാധ്യതയുണ്ട്. നല്ലൊരു മോനായിരുന്നു, ഇതുപോലുള്ള ചീത്ത കൂട്ടുകെട്ടിൽ അകപ്പെട്ടു പോയതാണ്. നല്ല ചിന്തയായിരുന്നു ഈ മോൻ്റെ.
ഹാഫിളാവണമെന്ന് പറഞ്ഞ് ദർസിൽ കൊണ്ടാക്കിയ മകനാണ് ഈ ഒരു അവസ്ഥയിലായത്. പടച്ചറബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. ഇതുപോലുള്ള ചീത്ത കൂട്ടുകെട്ടിൽ നിന്നൊക്കെ നമ്മുടെ മക്കളെ പടച്ചറബ് ഒഴിവാക്കി തരട്ടെ. ആമീൻ. ശരിക്കും പറഞ്ഞാൽ ആ ഉമ്മയുടെ ഒരു ഉറച്ച തീരുമാനമാണ് ആ വാക്കിൽ നിന്നും നമുക്ക് മനസ്സിലായത്, അല്ലേ? എൻ്റെ ആ പഴയ മോനായി തിരിച്ചു വരികയാണെങ്കിൽ മാത്രം ഞാൻ സ്വീകരിക്കുമെന്നാണ് ഉമ്മ പറഞ്ഞത്. അതുമാത്രമല്ല, അത് എനിക്കും കൂടി തോന്നണം അവൻ നന്നായി എന്ന്, എന്നാൽ മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ എന്ന്. ചിലപ്പോൾ ഉമ്മ ഒരുപാട് പേടിച്ചിട്ടുണ്ടാവാം. മകനിൽ നിന്നുണ്ടായ ചില ക്രൂരതകൾ ചിലപ്പോൾ ഉമ്മ ഒളിക്കുന്നുണ്ടാവാം. അല്ലാതെ ഒരു ഉമ്മക്കും ഇതുപോലെ പറയാൻ കഴിയില്ല, പ്രവർത്തിക്കാനും കഴിയില്ല. ഉമ്മ മക്കളോട് ഭൂമിയോളം ക്ഷമിക്കും. അപ്പോൾ ക്ഷമയുടെ അതിര് വിട്ടിട്ടായിരിക്കും ഈ ഉമ്മ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ മകൻ്റെ ആ ഒരു വൃത്തികെട്ട സ്വഭാവം പടച്ചറബ് നന്നാക്കി കൊടുക്കട്ടെ. ഒരു സ്വന്തം മകനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോയി കൊടുക്കണമെങ്കിൽ അത് തന്നെ നമുക്ക് ചിന്തിച്ചാൽ മതി. ആ മകനിൽ നിന്നും എത്രമാത്രം വേദനകൾ അനുഭവിക്കപ്പെട്ടിട്ടുണ്ടാവുമെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാം, അല്ലേ? നമ്മുടെ മക്കളെയൊക്കെ പടച്ചറബ് കാക്കട്ടെ. നമുക്ക് ദുആ ചെയ്യാം. പടച്ചറബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരണ റബ്ബേ. നല്ല സ്വാലീങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബേ. ഇതുപോലുള്ള ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബേ. പടച്ചറബ്ബേ, ഒരുപാട് മക്കൾ ഇതുപോലെ മയക്കുമരുന്നിന് അടിമയാകുന്നുണ്ട് റബ്ബേ. നമ്മുടെ മക്കളിന്മേൽ നിൻ്റെ ഒരു സംരക്ഷണ വലയം ഉണ്ടാകണ റബ്ബേ. നമ്മുടെ മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണ റബ്ബേ. നാട്ടിനും വീട്ടിനും ഉപകാരമുള്ള മക്കളാക്കി തരണ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ അവർക്ക് കൊടുക്കണ റബ്ബേ. പടച്ച റബ്ബേ, ചെറിയ മക്കളാണ് റബ്ബേ, ബുദ്ധിയില്ലാത്ത മക്കളാണ് റബ്ബേ. ഇതുപോലുള്ള ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും നീ തന്നെ സംരക്ഷിക്കണ റബ്ബേ. അവരുടെ മേൽ ഒരു സംരക്ഷണ വലയം നിന്നിൽ ഉണ്ടാകണ റബ്ബേ. മക്കൾ കാരണം ഒരുപാട് മാതാപിതാക്കൾ ഇതുപോലെ വേദന അനുഭവിക്കുന്നുണ്ട് റബ്ബേ. മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണം റബ്ബേ. ആ മാതാപിതാക്കൾക്ക് സമാധാനമുള്ളൊരു ജീവിതം നീ കൊടുക്കണം റബ്ബേ. സന്തോഷമുള്ളൊരു ജീവിതം കൊടുക്കണം റബ്ബേ. അതുപോലെ മക്കൾ കാരണം വേദനിക്കാൻ ഇടവരുത്തല്ലേ റബ്ബേ. എത്രയെത്ര മാതാപിതാക്കളാണ് റബ്ബേ മക്കൾ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. മക്കൾ കാരണം കിടന്നുറങ്ങാൻ പറ്റാതെ എത്ര മാതാപിതാക്കളാണ് റബ്ബേ. പടച്ച റബ്ബേ, ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണം റബ്ബേ, സമാധാനം കൊടുക്കണം റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ ഉമ്മമാരെയൊന്നും കരയിക്കല്ലേ റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി സ്വാലീങ്ങളാക്കി വളർത്താനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഇതുപോലുള്ള ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും നീ തന്നെ അവരെ കാക്കണേ റബ്ബേ. ചെറിയ മക്കളാണ് റബ്ബേ, അബദ്ധത്തിലും അപകടത്തിലും വന്നു പെടാം റബ്ബേ. നിൻ്റെ ഒരു സംരക്ഷണ വലയം അവരിൽ ഉണ്ടാകണ റബ്ബേ. പടച്ച റബ്ബേ, ഈ മാതാവിൻ്റെ വേദന നീ കേൾക്കണ റബ്ബേ. ആ മകനെ എത്രയും പെട്ടെന്ന് നല്ലൊരു മകനാക്കി, നല്ല സ്വാലിയായ മകനായി തിരിച്ചു വരുന്നതും കാത്ത് ആ ഉമ്മ നിൽക്കുകയാണ് റബ്ബേ. എത്രയും പെട്ടെന്ന് നല്ല മകനാക്കി ആ ഉമ്മയുടെ അരികിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആ ഉമ്മയുടെ വേദന നീ കാണണ റബ്ബേ. ആ ഉമ്മയുടെ കരച്ചിൽ നീ കേൾക്കണ റബ്ബേ. എത്രയും പെട്ടെന്ന് ആ മകനെ നല്ല മകനാക്കി തിരിച്ചു കൊണ്ടു കൊടുക്കണേ റബ്ബേ. ഒരുപാട് പേരുടെ പ്രാർത്ഥനയാണ് റബ്ബേ, നീ തട്ടിക്കളയല്ലേ റബ്ബേ. സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും അവരവരുടെ മക്കളെ ശ്രദ്ധിക്കുക. മക്കൾക്ക് വേണ്ടി എന്നും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുക. പടച്ച റബ്ബിൻ്റെ ഒരു സംരക്ഷണ വലയം അവരിൽ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.